കൃഷ്ണ, ഇന്നു മുതൽ നമ്മൾ ശ്രീമദ് മഹാഭാഗവതത്തിലെ ഇളാവൃത്തം എന്നറിയപ്പെടുന്ന കഥാഭാഗമാണ് കേൾക്കുവാൻ പോകുന്നത്. ഇന്നത്തെ ആധുനിക തലമുറയിൽ സ്ത്രീകൾ പുരുഷനാകുകയും പുരുഷന്മാർ സ്ത്രീയാകുകയും ചെയ്യുന്നത് നമ്മൾ സർവ്വസാധാരണയായി കണ്ടുവരുന്ന കാര്യമാണ്. പലവിധത്തിലുള്ള സർജറികളും അതിന് ലഭ്യമാണ്. പക്ഷേ പുരാണ കാലഘട്ടങ്ങളിൽ നമ്മുടെ മുനിമാർക്ക് അതിനുള്ള ദൈവികമായ സിദ്ധികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീയെ പുരുഷനാക്കിയ ഒരു കഥയാണ് ഇളാവൃത്തത്തിലൂടെ നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. അതുകൂടാതെ ചന്ദ്രവംശം എങ്ങനെ ഉണ്ടായെന്നും ഈ കഥയിലൂടെ നമുക്ക് കാണാം. വൈവസ്വത മനുവിന്റെ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് സന്താനങ്ങളില്ലായിരുന്നു. തന്റെ പത്നിയായ ശ്രദ്ധയോടുകൂടി വളരെയധികം യാഗങ്ങളും തപസ്സുകളും ചെയ്തിട്ടും അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായില്ല. ഒടുവിൽ വസിഷ്ഠ മുനിയെ കൊണ്ട് അദ്ദേഹം ഒരു യാഗം ചെയ്യിച്ചു. പക്ഷേ ആ യാഗത്തിൽ അദ്ദേഹത്തിന്റെ പത്നിയായ ശ്രദ്ധ പുത്രന് പകരം ഒരു പുത്രിക്ക് വേണ്ടിയാണ് കാംക്ഷിച്ചിരുന്നത്. അങ്ങനെ അവർക്കൊരു പുത്രിയാണ് ആ യാഗത്തിലൂടെ ലഭ്യമായത്. ആ പുത്രിക്ക് അവർ ഇള എന്ന് നാമകരണവും ചെയ്തു. അതിനുശേഷം മഹാരാജാവിന് ഒരു പുത്രൻ തന്നെയായിരുന്നു വേണ്ടത്. പുത്രലാഭാർത്ഥം യാഗം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് പുത്രി ഉണ്ടായതെന്ന് അദ്ദേഹം വസിഷ്ഠമുനിയോട് ചോദിച്ചു. അപ്പോൾ വസിഷ്ഠമുനി പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യ പുത്രിയെയാണ് കാംക്ഷിച്ചിരുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുത്രി ഉണ്ടായതെന്ന്. പക്ഷേ രാജാവിന് ആദ്യമായിട്ടൊരു പുത്രൻ തന്നെ വേണമായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം മൂലം വസിഷ്ഠമുനി തന്റെ ദൈവികമായ സിദ്ധി കൊണ്ട് ആ പുത്രിയെ ഒരു പുത്രനാക്കി തീർത്തു. അവന് സുദ്യുമ്നൻ എന്ന നാമകരണവും ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.